മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നമ്മുടെ അടുക്കള ജോലി വലിയൊരു ഭാരമായിട്ട് തോന്നാതിരിക്കാൻ, നല്ലൊരു ആനന്ദകരമായിട്ട് തീർക്കാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ ചെയ്തു വെക്കണം. അപ്പോൾ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അതായത് ഞാനൊരു പ്രൊമോഷന് വേണ്ടി പറയുകയല്ല. ഇതുണ്ട്, ഇതൊരു ശർക്കര, 1/2 കിലോയിൽ മിച്ചമുണ്ട് ഈ ശർക്കര. ഇത് നല്ല മധുരമാണ്. ഇതിൻ്റെ മധുരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ശകലം പോലും കരടില്ല ഇതിനകത്ത്. ഇത് പക്ഷെ ഭയങ്കര ഹാർഡാണ്, ചിരണ്ടി എടുക്കാനൊക്കെ ഇച്ചിരി പ്രയാസം. ഇത് മോറിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ മിക്കവാറും വാങ്ങിച്ചു വയ്ക്കും. എൻ്റെ രുചി ഭയങ്കര, അതുകൊണ്ട് ഇത് ഇങ്ങനെ തിളപ്പിച്ച് അരിച്ചൊന്നും എടുക്കണ്ട. അപ്പോൾ ഇതുണ്ടോ, ആ ശർക്കര ഞാൻ പാനിയാക്കി, ഒരു നൂൽ പരുവത്തിനോടടുത്ത് പാനിയാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ ഈ ശർക്കര ഇങ്ങനെ പാനിയാക്കി വെച്ചാലത്തെ ഗുണം എന്താണെന്നറിയോ? നമുക്ക് എന്തിനകത്തെങ്കിലും ചേർക്കണമെങ്കിൽ ചിരണ്ടാനും അരയ്ക്കാനും ഒന്നും പോകണ്ട, ഇതങ്ങ് ചേർത്താൽ മതി. അപ്പോൾ അവല് വിളയിച്ച് തിന്നണമെന്ന് തോന്നിയാലോ. അതുപോലെ വൈകുന്നേരം ഞങ്ങൾ മിക്കവാറും എന്തെങ്കിലും ഒരു ഓട്സ് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ പഞ്ഞപ്പുല്ലിന് ഇതാണ് ചേർക്കേണ്ടത്, ശർക്കരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശർക്കര എടുത്ത് ഇതുപോലെ ഉരുക്കി വെച്ചാൽ പഞ്ഞപ്പുല്ലുണ്ടാക്കുന്നവർ ടപ്പേന്നുണ്ടാക്കാം. അടുത്തത് പഞ്ചസാര ഇതിനകത്ത് പാനിയാക്കി വെച്ചിരിക്കുക. പഞ്ചസാര പാനി കാണിക്കേണ്ടത്. ഈ പഞ്ചസാര എന്തിനാ പാനിയാക്കിയിരിക്കുന്നത് അറിയാമോ? ഇത് മിക്കവാറും ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ടാണ്. മറ്റേത് പഞ്ഞപ്പുല്ലിന്, ഇത് ഓട്സിന്. അപ്പോൾ എനിക്കിതെല്ലാം 2 രീതിയിൽ ഉണ്ടാക്കണം. കാരണം എനിക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് കൂടി കഴിക്കണം. പക്ഷേ ഷുഗറൊന്നുമില്ല, ബിലോ 80. അപ്പോൾ പിന്നെ എല്ലാ പഞ്ചസാരയും മധുരവും എല്ലാം അടിച്ചു കയറ്റാം. അപ്പോൾ ഓട്സ് ഉണ്ടാക്കി തീരുമ്പോൾ എൻ്റേത് മാറ്റിയിട്ട് ഈ പഞ്ചസാര പാനി അതിനകത്തോട്ട് ഒഴിച്ചാൽ ആ കാര്യം ഓക്കെ. പിന്നെ നമ്മുടെ കറികൾ ഉണ്ടാക്കുന്ന ഭാഗത്തോട്ട് വരാം. അങ്ങനെ ഡിഷസിൻ്റെ കാര്യം കഴിഞ്ഞു. കറി ഉണ്ടാക്കുമ്പോൾ ഈ പാത്രം കണ്ടോ, ഈ പാത്രം ഒരു 10-15 കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ്. ഈ പാത്രത്തിൻ്റെ പ്രത്യേകത കണ്ടോ, ഒരുപാട് സുഷിരങ്ങൾ ഇതിൻ്റെ അടപ്പിലുമുണ്ട്, ഈ പാത്രത്തിലുമുണ്ട്. ഇത് നിറച്ച് ഉള്ളി, ഇഞ്ചി എല്ലാം, പച്ചമുളക് എല്ലാം ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് അടച്ചു വെച്ചാൽ അത് കേടാകത്തില്ല. കാരണം ഇതിനകത്തുനിന്ന് ഒരുപാട് എയറേഷൻ ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് എല്ലാ ദിവസമൊന്നും നമുക്ക് ഹെൽപ്പേഴ്സ് കാണത്തില്ലല്ലോ. നമുക്ക് മെയ്ഡ്സൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഉള്ളി, ഇഞ്ചി എല്ലാം ഇതിനകത്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ പച്ചക്കറിക്ക് ആവശ്യമുള്ള എല്ലാ പ്രിപ്പറേഷൻ സാധനങ്ങൾ, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, അതെല്ലാം ഇതിനകത്ത് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തോ സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിന് സ്വല്പം സമയം ലാഭമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കറിവേപ്പില കണ്ടോ, ഒരു കേടും വന്നിട്ടില്ല. ഇത് ഒരാഴ്ചയായി ഇട്ട് വെച്ചിട്ട്. ഇതുപോലെ സൂക്ഷിച്ചാൽ കറിവേപ്പില എടുക്കാം. അടുത്തതാണ് ഒരു സൂപ്പർ ടിപ്പ്. ഇതിനകത്ത് കണ്ടോ, ഇഞ്ചി, ഉള്ളി എല്ലാം കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും, ചുവന്നുള്ളിയും വേണമെങ്കിൽ ഇടാം. എല്ലാ കറിക്കും ചുവന്നുള്ളി വേണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് മീൻ കറിക്ക് എടുക്കാം. അതുപോലെ ഏത് പ്രിപ്പറേഷനും നമുക്ക് ആവശ്യമുള്ളതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും അത് മിക്സ് ചെയ്തിട്ട് 2-3 ദിവസമൊക്കെ ഇങ്ങനെ വെച്ചായിരിക്കും. അതെല്ലാം കുറച്ചുകൂടെ ഇരിക്കണമെങ്കിൽ സ്വല്പം വിനാഗിരി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അപ്പോൾ പിന്നെ മീൻകറി വെക്കാൻ നേരത്തൊക്കെ ടപ്പേന്ന് എടുത്ത് വെക്കാം. അടുത്തത് ഇത് ജീരകമൊക്കെ വറുത്ത് പൊടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ പെരുംജീരകവും ചെറിയ ജീരകവും വറുത്ത് പൊടിച്ചിട്ടാൽ നമുക്ക് ഓരോ കറിക്കിടുന്ന ജീരകത്തിൻ്റെ പൊടി അങ്ങ് എടുത്തിട്ടാൽ മതി. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ ഇത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നു. പിന്നീട് ഇത് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും പൊടിച്ച് നമുക്ക് കൃത്യമായിട്ടത് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ലേബൽ ചെയ്ത് വെച്ചാലും മതി. ഇതെല്ലാം ഇട്ട് വെക്കുന്ന ഒരു പ്രത്യേക പാത്രമുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ നേരത്തെ വീക്കെൻഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ മെയ്ഡ്സ് വരുന്ന ദിവസമോ പ്രിപ്പയർ ആണെങ്കിൽ കിച്ചൺ സന്തോഷകരം, എല്ലാം ടപ്പേന്നെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ കിച്ചണിൽ എങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷമാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത്, നമുക്ക് സെർവൻസ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ടൈം ആയിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്ത് വെക്കുക. ഇതാണ് പ്രിപ്പറേഷൻ ഫോർ യുവർ കിച്ചൺ. ഓക്കെ.